ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്ത് സന്തോഷമാണെന്നറിയോ, കുറേ ദിവസമായി ഇങ്ങനെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിപ്രസക്തമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പാട്ട് കേൾക്കാനിടയായി എൻ്റെ കൂട്ടുകാരെ. ഏത് പാട്ടാണെന്നറിയോ? നമ്മുടെ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ഫിലിമിലെ ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നോ, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു, പ്രഥമോദ ബിന്ദുവായി തീർന്നു. അത് മാധുരി മാം അത്ര മനോഹരമായിട്ടാണ് കേട്ടോ പാടിയിരിക്കുന്നത്. എത്രത്തോളം എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലെ വരികൾ അബ്ബാ എന്താണല്ലേ! അതായത് നമ്മുടെ ഭാഷയുടെ മനോഹാരിത, മലയാള ഭാഷ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് ഈ ഒരു ഒറ്റ പാട്ട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. എവിടെയൊക്കെ എത്തി കവി സഞ്ചരിച്ചിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് നമ്മളൊരു മലയാളിയാണ് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, ഇന്നിപ്പോൾ നമ്മുടെ ഭാഷയുടെ അവസ്ഥ എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരും. ഏത് ഭാഷയ്ക്കായാലും മാറ്റങ്ങൾ വരും. നമ്മുടെ കൾച്ചറിന് മാറ്റങ്ങൾ വരും, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറും, ചിന്താഗതികൾ മാറാം. എല്ലാം മാറ്റത്തിനനുസൃതമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ് അല്ലേ? പക്ഷേ മാറ്റം നല്ലതാണ്, ആരോഗ്യകരമായ മാറ്റങ്ങളും നല്ലതാണ്. മാറ്റങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, സുഖമായിട്ടുള്ളൊരു കാര്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ മൂല്യങ്ങളെ കൈവിടാതെ നമ്മൾ കാക്കണ്ടേ? നമ്മുടെ മലയാള ഭാഷ എത്രത്തോളം ശക്തമാണ്. ഈ പാട്ട് ഇതിനു മുന്നേ ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഈ പാട്ട് ഇതിനു മുന്നേയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ചാനലിലൂടെ വന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനലില്ലേ, അപ്പോൾ നിങ്ങളോട് പറയാലോ. അപ്പോൾ ഈ പാട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടിലൊന്നാണ് ഇതും. അപ്പോൾ അതിൻ്റെ വരികളുടെ മനോഹാരിതയാണ് കേട്ടോ മെയിനായിട്ട് ഈ പാട്ട് കേൾക്കാനുള്ള കാരണം. ആ വരികളുടെ ഭംഗി എന്ത് രസമാണ്. ഇതിലിപ്പോൾ ഓരോ വാക്കുകളും ചോദിച്ചാലേ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയോ ഇതിലെല്ലാ വരികളുടെയും അർത്ഥം. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ വാക്കുകളും പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഒരു 3/4 ഭാഗം എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷനോട് ചോദിച്ചാൽ സുസ്മിതം എന്ന വാക്കിൻ്റെ അർത്ഥം എത്ര കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും? വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കാണ് സുസ്മിതം. അതിൻ്റെ അർത്ഥം എത്ര പേർക്ക് അറിയുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പം ഇത്ര മനോഹരമായൊരു ഭാഷ നശിച്ചു പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഭയങ്കര വ്യഗ്രതയോടെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ. കാരണം അതിൻ്റെ എന്താ പറയുക, പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഷ എന്നുള്ളത് കൊണ്ട് ആ ഭാഷയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിലൊരു തെറ്റുമില്ല. നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, നമ്മുടെ ജീവനോപാധി അല്ലെങ്കിൽ അതിജീവനത്തിനായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഷ അറിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ ഭാഷകളും സ്വായത്തമാക്കുന്നതും പഠിക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം ഇത്ര മനോഹരമായ നമ്മുടെ മാതൃഭാഷയെ കൈവിടാതെ മാക്സിമം നമ്മളതിനെ ചേർത്ത് പിടിക്കണ്ടേ? ഇത്ര മനോഹരമാണ് അല്ലേ എൻ്റെ ഭാഷ. അത് പറഞ്ഞാലും തീരുന്നില്ല. ഓരോ പാട്ടുകളും, ഞാൻ പഴയ പാട്ടുകൾ അധികം കേൾക്കുന്ന ആളാണ് കേട്ടോ. പഴയ മെലഡികളോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഓരോ പാട്ടുകളും മുത്തുകളാണ് കൂട്ടുകാരെ, മുത്തുകളാണ്. അതിൻ്റെ സംഗീതം കൊണ്ട് മാത്രമല്ല വരികളും ഇത്ര മനോഹരമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ശ്രദ്ധിച്ചവർക്കാണ് ഞാൻ പറയുന്നത്.
എഴുത്തച്ഛൻ്റെ ഒരുപാട് കവിതകളും കുമാരനാശാൻ്റെ ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് കേട്ടാൽ ഇന്ന വാക്കുകൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഒരു വിധാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പോലും ഇവ പ്രൊനൗൺസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തെറ്റുകളുണ്ടാവും. അപ്പോൾ എന്താ പറയേണ്ടത്, എഴുത്തച്ഛൻ്റെ കവിതകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എഴുത്തച്ഛൻ നമ്മുടെ ആയുസ്സിനെ പറ്റിയിട്ടും നമ്മുടെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെയാണ്, മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നതാണ്. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ നാഗം, പാമ്പ്. പിന്നെ ദർദുരം എന്ന് പറയുമ്പം തവളയ്ക്കാണ് പറയുന്നത്. അപ്പോൾ നാഗത്തിൻ്റെ വായിൽ പെട്ട തവള, അതായത് നാഗം ഭക്ഷിക്കാൻ പോകുന്ന ഒരു തവളയ്ക്ക് അപ്പോഴും തവള എന്തിനാണ് ചോദിക്കുന്നത്, എനിക്ക് ഭക്ഷണം വേണം. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. നമ്മുടെ ആയുസ് എപ്പോഴാ തീരുക എന്നറിയില്ല, സുസ്ഥിരമല്ല നമ്മുടെ ജീവിതം. പക്ഷേ നമ്മളെന്നാലും ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് ഇനിയും വേണം എന്നതാണ്. അതിനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചക്ഷുശ്രവണൻ, ദർദുരം, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഇന്നുള്ള ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ? സാധ്യത കുറവാണ്. അറിയുന്നവരുണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഒരു 75% അറിയില്ല എന്നുള്ളതാണ് എൻ്റെ അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പഠന വ്യവസ്ഥ എല്ലാം മാറുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവരതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ പറയേ, ഗ്രാമറിന് ഇപ്പം എന്താ അത്ര, ഗ്രാമറൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്താ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ എത്ര പ്രാധാന്യമുണ്ടോ? പക്ഷേ നമ്മുടെ ഭാഷ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്ന ഭംഗി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ പ്രൊനൗൺസിയേഷൻ അതും ഗ്രാമറാണല്ലോ. അപ്പോൾ ശരിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ ഭാഷയുടെ ഒരു ഭംഗി വരുന്നത് എത്ര മനോഹരമായിട്ടാണ് അല്ലേ. ആ പാട്ട് ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യം ഞാൻ കേട്ടു, ഇന്നൊരു പ്രാവശ്യം കൂടി കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടൊന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ളത്. എത്രയോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ. പുതിയതായിട്ട് ഞാനല്ല വന്ന് പറയുന്നത്, എങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ പറയണം തോന്നി. അപ്പോൾ എത്ര മനോഹരമായ സൃഷ്ടിയാണ് അല്ലേ പണ്ടുള്ള കവികൾ. അവർ ഇതിനൊരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഭാഷയെ സ്നേഹിച്ചിട്ടുണ്ട്, അതിൻ്റെ പല പല തലങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഭംഗിയുള്ള സൃഷ്ടികൾ പുറത്തേക്ക് വരുന്നത്. നമുക്കത് ആസ്വദിക്കാനുള്ള എന്താ പറയുക, ആ ഒരു സന്ദർഭം അവർ ഒരുക്കി തരുന്നത് അത്രമാത്രം കഠിന പ്രയത്നം ചെയ്തിട്ടാണ്. അതിൻ്റെ ബാക്കിൽ നല്ലൊരു പ്രയത്നമുണ്ട്. പക്ഷേ ഇന്നത്തെ സൃഷ്ടികൾ ഇത്രത്തോളം ശക്തമാണോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രമാത്രമൊക്കെ കഠിന പ്രയത്നമൊക്കെ ചെയ്ത് ഭാഷയെ ഇത്രത്തോളം സ്നേഹിച്ച് എഴുതുന്നവരൊക്കെ ഭാഷയെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ഭാഷയിൽ, നമ്മുടെ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സൃഷ്ടികൾ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇങ്ങനെയുള്ള ശക്തമായ സൃഷ്ടികൾ, വാക്കുകൾ തന്നെ മാറി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ എന്താ പറയുക, ലളിതമാവുക എന്നുള്ള രീതിയിലാണ് നമ്മളത് പറയുന്നത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാലാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുക എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കൊണ്ടുവരുന്നത്. പക്ഷേ കഷ്ടപ്പെടാനുള്ള മനസ്സിൻ്റെ ഒരു വിമുഖതയല്ലേ അവിടെ കാണുന്നത്. കാരണം ഇങ്ങനെയൊക്കെ എഴുതാനും വേണം ഒരു കഴിവ്, സത്യം. കാരണം അതിന് അറിവും വേണം, കൂടുതൽ അറിവ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഠിന പ്രയത്നം വേണം, എല്ലാം വേണം. അപ്പോൾ ലളിതമായ ഭാഷയിൽ പറയുന്നത്, അങ്ങനത്തെ കവികൾ പണ്ട് കുഞ്ചൻ നമ്പ്യാരൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളും പാട്ടുകളും ഒക്കെ ലളിതമായ രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കവികളും ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെയുള്ള കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ കടുകട്ടിയായ ഭാഷയിൽ എഴുതിയിട്ട് ഇപ്പം എന്താ സാധാരണക്കാർക്ക് മനസ്സിലാവുക എന്നൊക്കെ ചോദിക്കുമെങ്കിലും ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു മനോഹാരിത, അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ. എന്താ പറയേണ്ടത്, പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. ഇങ്ങനെ ശക്തമായ ഭാഷയിൽ
നല്ല നല്ല വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കണ്ടേ, നമ്മൾ കെട്ടിപ്പിടിക്കണ്ടേ അതിനെയൊക്കെ, നല്ല നല്ല വാക്കുകളെ. അപ്പോൾ നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മൾ ഓരോ മലയാളിയുടെയും കടമയല്ലേ. അപ്പോൾ എന്താണെന്നറിയോ, ഇന്നിപ്പോൾ റീഡിങ് ഹാബിറ്റ് കുറഞ്ഞു, നമ്മൾ കുറേ സമയം ഫോണിലായി, ഞാനും ഉൾപ്പെടെ കേട്ടോ. ഞാൻ ഇതൊരിക്കലും ഉപദേശിക്കാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ തന്നെ വായന കുറവാണ്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു പോയതാണ്, നമ്മൾ ഓരോ മലയാളിയുടെയും കടമയല്ലേ നമ്മുടെ ഭാഷ, ഇത്ര മനോഹരവും വിശിഷ്ടവുമായ ഭാഷയെ മുറുകെ പിടിക്കുക എന്നുള്ളത്. തമിഴ് ആളുകളെ നോക്കൂ, അവർ ഭാഷയ്ക്കും സംസ്കാരത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കമൽഹാസൻ സാർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം സാധാരണ ഇപ്പം അവിടെയും മലയാളം മാതിരി തന്നെ സംസാരിക്കുന്ന മലയാളവും അച്ചടി മലയാളവും വ്യത്യാസമുള്ളതുപോലെ തന്നെ തമിഴിലും, എല്ലാ ഭാഷയിലും അങ്ങനെയാണ്. ഓരോ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന തമിഴും വ്യത്യസ്തമാണ്. പക്ഷേ കമൽഹാസൻ സാർ സംസാരിക്കുക അച്ചടി തമിഴിലാണ് മാക്സിമം സംസാരിക്കുക. എന്ത് രസമാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ. എനിക്ക് തമിഴ് അറിയാവുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നല്ല രസമായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ മാക്സിമം നമ്മുടെ ഭാഷയെ എന്താ പറയേണ്ടത് അറിയാൻ നോക്കുക. എന്താ പറയുക, പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ലെങ്കിലും കുറേയൊക്കെ പഴയ വാക്കുകൾ നമ്മൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ മലയാളത്തിൻ്റേതായ തനതായ പദങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പഴയ വാക്കുകൾ എന്നാണ് ഞാൻ പറയുന്നത്, പഴയ അല്ല കേട്ടോ, നമ്മുടെ മലയാളത്തിൻ്റെ തനതായ പദങ്ങളും ഭാഷകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നോട് തന്നെ ഞാൻ പറയുന്നതാണ്, ഞാൻ പിന്നെ നിങ്ങളും കേൾക്കുമല്ലോ എന്ന് വെച്ച് വീഡിയോ വഴി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മളുടെ വായിൽ നിന്ന് വരുന്നത് തന്നെ. അങ്ങനെ വന്നതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നല്ലതാണ്, പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ മലയാള ഭാഷ കൂടെ നമ്മുടെ അടുത്തിങ്ങനെ ചേർന്നിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ കൂട്ടുകാരെ. ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതിന് മലയാളം വാക്ക് എന്താണാവോ? സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാത്തതുകൊണ്ടാണ്, സത്യമാണ്, അമ്മയാണേ സത്യം, എനിക്ക് അറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന വാക്കിൻ്റെ മലയാള പദം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.